ഒരു കുഞ്ഞു കഥ പറഞ്ഞു തരട്ടെ. നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളും ആകുലതകളും മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയ നിരാശകളും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മനോഹരമായ കഥ. ഒരു വലിയ പൂന്തോട്ടം, പ്രകൃതി അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി ജീവിക്കുന്ന ഒരിടം. അവിടെ ഒരേ സമയം രണ്ട് വ്യത്യസ്ത ജീവനുകൾ തങ്ങളുടെ സമയത്തിനായി, തങ്ങളുടെ ഒരു വസന്തത്തിനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, ഒരു കൊമ്പിൽ നിശ്ചലമായി തൂങ്ങിക്കിടക്കുന്ന ചിത്രശലഭത്തിന്റെ കൂട്. രണ്ടാമത്തേത്, ആരും കാണാതെ കറുത്ത മണ്ണിനടിയിൽ ആഴത്തിൽ മറിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ വിത്ത്. പുറമേ നിന്ന് നോക്കുമ്പോൾ രണ്ടുപേരിലും യാതൊരു മാറ്റവും ഇല്ലായിരുന്നു. ഒന്ന് കാറ്റിൽ വെറുതെ ആടിയുലയുന്നു, മറ്റൊന്ന് ഭൂമിയുടെ ഇരുട്ടിൽ നിശബ്ദമായി കിടക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങളും. പെട്ടെന്നാണ് ആ പൂന്തോട്ടത്തിൽ ആ വലിയ മാറ്റമുണ്ടായത്. ആ കൊച്ചുകൂട് മെല്ലെ പൊട്ടിച്ച് വർണ്ണശബളമായ മനോഹരമായ ചിറകുകളോടെ ഒരു ചിത്രശലഭം പുറത്തേക്ക് വന്നു. അത് ആകാശത്തേക്ക് പറന്നുയർന്നപ്പോൾ കണ്ടു നിന്നവരെല്ലാം അതിൻ്റെ ഭംഗി കണ്ട് അതിശയിച്ചു, കൈയടിച്ചു, അതിനെ പുകഴ്ത്തി. എന്നാൽ ആ സമയത്തും ആ ചെറിയ വിത്ത് മണ്ണിനടിയിൽ ഇരുട്ടിൽ തന്നെയായിരുന്നു. ആരും അതിൻ്റെ സാന്നിധ്യം അറിഞ്ഞതേയില്ല, ആരും അതിനെ ശ്രദ്ധിച്ചുമില്ല. ചിത്രശലഭത്തിന്റെ ആ വലിയ വിജയവും ആഘോഷങ്ങളും കണ്ടപ്പോൾ ആ കൊച്ചു വിത്തിന് വലിയ നിരാശ തോന്നി. അത് സ്വയം ചിന്തിച്ചു, ഞാൻ തോറ്റുപോയി, എൻ്റെ കാത്തിരിപ്പ് വെറുതെയായി, എനിക്ക് മാത്രം എന്താണ് ഒരു മാറ്റമില്ലാത്തത്. പക്ഷേ പ്രകൃതിയുടെ നിയമം മറ്റൊന്നായിരുന്നു. ആ വിത്ത് ഒരു വലിയ സത്യം മനസ്സിലാക്കാൻ വൈകിപ്പോയിരുന്നു. ചിത്രശലഭത്തിന് ചിറക് വിരിക്കാൻ ഏതാനും ദിവസങ്ങൾ മതിയായിരുന്നു. എന്നാൽ ഒരു വിത്തിന് മണ്ണിൽ വേരൂന്നാൻ, കരുത്താർജിക്കാൻ കൂടുതൽ സമയം ആവശ്യമായിരുന്നു. കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ ആ മണ്ണിൽ നിന്ന് ഒരു ചെറിയ മുള തല ഉയർത്തി. അത് പതുക്കെ, വളരെ പതുക്കെ സൂര്യപ്രകാശത്തിലേക്ക് വളർന്നു. കാലങ്ങൾ കടന്നുപോയി, മഴയും വെയിലും മാറി മറിഞ്ഞു വന്നു. ആ ചെറിയ വിത്ത് ആകാശത്തേക്ക് പടർന്നു പന്തലിച്ചു. കൊടുങ്കാറ്റിൽ പോലും കുലുങ്ങാത്ത ഒരു വലിയ തണൽമരമായി മാറി. അപ്പോഴേക്കും ആ ചിത്രശലഭം ഏതാനും ദിവസത്തെ ഭംഗി മാത്രം നൽകി ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ മരം നൂറ്റാണ്ടുകളോളം വരും തലമുറകൾക്ക് മുഴുവൻ തണലും തണുപ്പും ഫലങ്ങളും നൽകി അവിടെ തന്നെ തല ഉയർത്തി നിന്നു. പ്രിയപ്പെട്ട മനുഷ്യരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. കൂടെയുള്ളവരുടെ വിജയം പെട്ടെന്നാണെന്ന് കണ്ട് നിങ്ങൾ ഒരിക്കലും സ്വയം ചെറുതായി കാണുകയോ നിരാശപ്പെടുകയോ ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെക്കാൾ മുൻപേ ജോലി നേടിയിട്ടുണ്ടാകാം, വലിയ വീട് വച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ പെട്ടെന്ന് വിജയിച്ചുവെന്ന് തോന്നിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഞാൻ മാത്രം എവിടെയും എത്തിയില്ലല്ലോ എന്നോർത്ത് ദയവായി വിഷമിക്കരുത്. ഈ ലോകത്ത് ഓരോരുത്തരുടെയും വളർച്ചയും വിജയവും വ്യത്യസ്തമായ സമയങ്ങളിലാണ് സംഭവിക്കുന്നത്. മറ്റൊരാളുടെ വേഗതയല്ല നിങ്ങളുടെ അളവുകൾ. ചിലർ ചിത്രശലഭങ്ങളെ പോലെയാണ്, പെട്ടെന്ന് പറന്നുയരും. എന്നാൽ ചിലർ മരങ്ങളെ പോലെയാണ്, വളരാൻ സമയമെടുക്കും. പ്രതിസന്ധികളെ അതിജീവിച്ച് മണ്ണിൽ ആഴത്തിൽ വേരുകൾ ഇറക്കാൻ സമയമെടുക്കും. പക്ഷേ ആ വളർച്ച ഒടുവിൽ പൂർത്തിയാകുമ്പോൾ അത് തലമുറകളോളം തണലായി പടർന്നു നിൽക്കും. അത് തകർക്കാൻ ആർക്കും കഴിയില്ല. നമുക്ക് വേണ്ടത് ചിത്രശലഭത്തിന്റെ ആയുസ് കുറഞ്ഞ വേഗതയല്ല, മറിച്ച് മരത്തിന്റെ ആഴമുള്ള, ആരെയും ഭയക്കാത്ത വേരുകളാണ്. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക, സ്വയം വിശ്വസിക്കുക. കാലങ്ങളെ അതിജീവിക്കുന്ന വലിയൊരു വിജയത്തിലേക്ക് ചെന്നെത്താൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. സ്വന്തം സമയത്തിനായി ക്ഷമയോടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനോഹരമായ ആ തണൽമരക്കാലത്തിനായി ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നിങ്ങളുടെ ചിന്തകൾക്ക് ഒരല്പം കൂടി കരുത്ത് പകരുന്ന പുതിയ വിശേഷങ്ങളും കഥകളുമായി ഞാൻ വീണ്ടും വരാം. നിങ്ങളുടെ ജീവിത വഴികളിൽ എപ്പോഴും നന്മയുടെ വെളിച്ചവും സന്തോഷവും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ റബിയ അബി, ലക്ഷദ്വീപ്.